എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാട്ടിലെ വീടും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് കണ്ണൂരാണ്. അവിടുത്തെ വീട്ടിലെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ പറമ്പുമൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് മെയിൻ റോഡാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് കയറിയിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ റോഡ് സൈഡിലാണ് വീട്, പക്ഷേ എന്നാലും മുകളിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് റബ്ബർ തോട്ടവും മലയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ മെയിൻ റോഡ്, അതായത് ബസ്സൊക്കെ പോകുന്നൊരു വഴിയാണിത്. എപ്പോഴും ബസ്സൊന്നുമില്ല കേട്ടോ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കൂടുമ്പോഴാണ് ബസ്സുള്ളത്. അപ്പോൾ ഇതൊരു മലയോര ഗ്രാമമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബസ്സിനൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് ഇറങ്ങാനായിട്ട് സാധിക്കും. അവിടെ നിന്നും ഇതുപോലെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ വണ്ടികൾ കയറുന്ന വേറൊരു വഴിയുണ്ട്. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് വീട്ടിൽ മുകളിലെത്താൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 10-50 സ്റ്റെപ്പോളം ഉണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ഇങ്ങനെ കരിങ്കല്ലിൻ്റെ സ്റ്റെപ്പാണ്, പിന്നെ ഒരു 5-6 സ്റ്റെപ്പ് സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് വീട്ടിലെ മുകളിൽ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും പറമ്പാണ്. അപ്പോൾ 2 സൈഡിലായിട്ടും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് കൃഷി, അതായത് കുറച്ച് അടയ്ക്കാമരം, കവുങ്ങില്ലേ, അതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ അങ്ങനെയൊക്കെ. അപ്പോൾ നേരത്തെയൊക്കെ അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വയ്യാതായതിനു ശേഷം അധികം കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതുപോലെ കശുമാവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ കൃഷി എന്ന് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് അടയ്ക്ക, തേങ്ങ, പിന്നെ ചക്ക, മാങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് റബ്ബറാണ്. റബ്ബർ എപ്പോഴും കൃഷിയുണ്ട്. ഇപ്പോൾ ഈ സമയം, ചൂട് സമയം ആകുമ്പോൾ റബ്ബർ വെട്ടില്ല, അല്ലാത്ത സമയത്താണെങ്കിൽ റബ്ബർ വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ കയറി വന്ന സ്റ്റെപ്പിൻ്റെ സൈഡിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാവും അടയ്ക്കാമരവും ഒക്കെ ഉണ്ട്. അപ്പോൾ എറണാകുളം ഭാഗത്തൊക്കെ കവുങ്ങിനെ അടയ്ക്കാമരം എന്നാട്ടോ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ണൂർക്ക് വന്ന സമയത്ത് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ഞാൻ അടയ്ക്കാമരം എന്നൊക്കെ പറയുമ്പോൾ. ശരിക്കും ഇതിന് ഇവിടങ്ങളിലൊക്കെ കവുങ്ങെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ കവുങ്ങെന്ന് പറയുമെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊന്നും ആരും കവുങ്ങെന്നൊന്നും പറയാറില്ല. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി കുറച്ച് കയറി ചെല്ലുമ്പോൾ ഒരു ലാൻഡിങ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വീടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കിണറും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ 2 കിണറാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഒരെണ്ണം, ഇത് കൂടാതെ തന്നെ പറമ്പിൽ വേറെ ഒരെണ്ണവും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ പറമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഏകദേശം ഒരു വ്യൂ ആണ്. അപ്പോൾ ഇതൊരു പുളിമരമാണ്, പക്ഷേ ഇതിൽ പുളിയൊന്നുമില്ല കേട്ടോ, കുടംപുളിയുടെ മരമാണ്. പക്ഷേ ഇതുവരെ പുളിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആൺപുളിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ആൺപുളിയാണെങ്കിൽ പുളിയൊന്നും ഉണ്ടാവില്ല, പെൺപുളിയാണെങ്കിലേ പുളി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല, ചിലപ്പോൾ ശരിയായിരിക്കും, കാരണം ഇതിൽ ഇതുവരെ പുളിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വേറൊരു മരമുണ്ട്, അതിൽ കുറച്ച് കുരുമുളക് വള്ളിയൊക്കെ പടർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുൾ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വീടാണ് നമ്മുടേത്. അപ്പോൾ തൊട്ടടുത്ത് വേറെ വീടുകളൊന്നുമില്ല. മെയിനായിട്ട് കുറച്ച് പറമ്പ്, ആ പറമ്പിൻ്റെ ഉള്ളൊരു വീട്, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് കിണർ. അപ്പോൾ ആദ്യമൊക്കെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് കുടിക്കാനുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുത്തിരുന്നത്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ താഴത്തെ ഒരു കിണറിൽ വെള്ളം മോട്ടർ അടിച്ചിട്ട് ആ വെള്ളം തന്നെയാണ് കുടിക്കാനെല്ലാം എടുത്തിരുന്നത്. നേരത്തെ അമ്മയൊക്കെ ഇങ്ങനെ കുടിക്കാൻ മാത്രമുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരിയെടുക്കുമായിരുന്നു. പക്ഷേ കോരിയെടുക്കാന്ന് പറഞ്ഞാൽ നല്ല പാടാണ് കേട്ടോ. നല്ല ആഴമുണ്ട് ഈ കിണറിന്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, നല്ല ആഴമുണ്ട്. പിന്നെ കിണറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ചെമ്പരത്തി, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓലമടലൊക്കെ വീണെടുക്കുന്നുണ്ട്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു. കുറച്ച് റബ്ബറൊക്കെ മറിഞ്ഞൊക്കെ വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ചൂടിനൊക്കെ കുറച്ചൊരു ആശ്വാസം ഉണ്ട്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇത്രയും മരങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മുറ്റത്തെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ ഇതൊരു ചാമ്പ ഉണ്ട്, അതുപോലെ കുറച്ച് തേക്കിൻ്റെ മരമൊക്കെ ഉണ്ട്. അപ്പോൾ ചാമ്പയിൽ അധികം ചാമ്പയ്ക്കൊന്നുമില്ല, ചൂടായതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അധികം ചാമ്പയ്ക്കൊന്നുമില്ല, 2 ചാമ്പാണ് ഇവിടെ ഉള്ളത്. ഇത് 2ാമത്തെ ചാമ്പ. ഇതിൽ കുറച്ച് ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട്. മുകളിലായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും കുറച്ച് ചാമ്പയ്ക്ക ഉണ്ടായിരിക്കുന്നത്. ഇത് ചുവന്ന ചാമ്പയാട്ടോ. വെള്ള ചാമ്പയ്ക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഈ ചാമ്പയുടെ അടുത്ത് തന്നെയായിട്ട് ഒരു ഷീറ്റ് പുരയുണ്ട്. ഷീറ്റ് പുര എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റൊക്കെ പുക കൊള്ളിക്കാൻ വേണ്ടി ഇടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വീടുകളിലൊക്കെ ഇങ്ങനെ ഷീറ്റ് പുരയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അപ്പം ഇതിന് ഒരു ഡോറിന് ഹാൻഡിലില്ല. അപ്പോൾ ഇഷ്ടിക വെച്ച് ജസ്റ്റ് ഇങ്ങനെ തള്ളി അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഇടുങ്ങിയ ഒരു സംഭവം, എയറൊന്നും പോവില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടൊരു ബാത്റൂമുണ്ട് പുറത്ത്. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ മെയിനായിട്ട് ഒരു സൈഡിലുള്ള കാഴ്ചകൾ. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നെല്ലിമരം ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് നട്ടതാണ്. ഇപ്പോൾ അത് അത്യാവശ്യം വളർന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നെല്ലിക്ക ഉണ്ടാവാനുള്ള വലിപ്പമൊന്നും വെച്ചിട്ടില്ല. നെല്ലിക്കൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് നോക്കുന്നത് ഒരു തിണ്ട് പോലെയുണ്ട്, കുറച്ച് ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ റബ്ബറിൻ്റെ തോട്ടമാണ്. അവിടെ ഫുൾ റബ്ബറാണ്, വേറെ പ്രത്യേകിച്ച് മരങ്ങളൊന്നുമില്ല, ഫുൾ റബ്ബറാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വീടിൻ്റെ പേര് നമ്മുടെ കടൽ ഗുഹ എന്നാണ്. ഇപ്പോൾ കടൽ ഗുഹ എന്നുള്ളൊരു നോവൽ വായിച്ചിട്ട് ആ നോവൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഹസ്ബൻഡിൻ്റെ പേരാട്ടോ കടൽ ഗുഹ എന്ന്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് കാഴ്ചകൾ. ക്രിസ്മസിനിട്ട സ്റ്റാറൊന്നും ഇപ്പോഴും അയച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞുണ്ട് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാർ. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്റ്റാറൊന്നും അഴിക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സിറ്റ് ഔട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു പിക്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വഞ്ചി വെച്ചിട്ടുണ്ട്, വഞ്ചിയുടെ ഒരു മോഡൽ. ആ വഞ്ചിയിൽ യേശുവും 12 ശിഷ്യന്മാരും ഉള്ള രീതിയിൽ അങ്ങനെയാണ് ആ വഞ്ചി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒമാൻ രാജാവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ കുറേ നാൾ ഗൾഫിലായിരുന്നു, ഒമാനിലായിരുന്നു. അപ്പോൾ അവിടുത്തെ രാജാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ യേശുവിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെയും അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ ഇത് നേരെ അറ്റത്ത് ഒരു റൂമാണ്. അപ്പോൾ ഒരു റൂം നമുക്ക് പുറത്തേക്കൊന്നും എൻട്രൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ സുഹൃത്തും കൂടി ഒരു യാത്ര പോയിരുന്നു, ഓൾ കേരള റൈഡ്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്താ പത്രത്തിൽ വന്നിരുന്നത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, റൈഡ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് പോയത്. ഇപ്പോൾ ഫ്രണ്ടിൽ 3 ഡോറുകളുണ്ട്. 2 ഡോറുകൾ ഹോളിലേക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ ഒരു ഡോറ് ഒരു ബെഡ്റൂമിലേക്കുള്ളത്. ആ ബെഡ്റൂമിന് അകത്തുനിന്നും പുറത്തേക്കും 2 ഡോറുകളുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ടിലെ കുറച്ച് കാഴ്ചകൾ. കുറച്ച് ഒരു പഴയ സെറ്റ് കിടക്കുന്നുണ്ട്, പിന്നെ ഒരു 2-3 ചൂരൽ കസേര കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പഴയ വീട്, കുറച്ച് പഴക്കമുണ്ട് ഈ വീടിന്. അപ്പോൾ പകുതി ഭാഗം ഓടും, പകുതി ഭാഗം വാർക്കുകയും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ വീടുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കയറുന്നത് ഒരു ഹാളിലേക്കാണ്. ഇതൊരു പട്ടി, ഇത് മോള് കളിക്കാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അത് ഒറിജിനലല്ല, ഒറിജിനലിൽ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഒരു സൈഡിലായിട്ടൊരു TV സ്റ്റാൻഡ് ഉണ്ട്. TV അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളതൊരു ബുക്ക് ഷെൽഫാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ബുക്കിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് അനിയനൊക്കെ നന്നായിട്ട് വായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ബുക്കൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ പുറത്ത് ഒരു സൈഡിലായിട്ട് നമ്മൾ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഞ്ചുണ്ട്, അതുപോലെ തന്നെ ഒരു കുടയുണ്ട്, ഗാർഡൻ അംബ്രല്ലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബെഞ്ചിലൊക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു വഴിയുണ്ട്. ആ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറൊക്കെ കയറി വരുന്ന വഴി. പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബെഞ്ച് ഹസ്ബൻഡ് പണിതതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും കൂടി അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരു റംബൂട്ടാൻ്റെ മരമുണ്ട്. അതിനോടടുത്ത് തന്നെയായിട്ട് ഒരു തേങ്ങാപ്പുര, അതുപോലെ തന്നെ വിറകുപുരയൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് ഇടുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ഡോറൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ, അതുപോലെ തന്നെ വീട്ടിൽ ആവശ്യമില്ലാത്ത കുറച്ച് വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് തേങ്ങയുള്ളൂ, ഒരുപാടൊന്നുമില്ല. കുറച്ചൊക്കെ പൊതിച്ച് എണ്ണ ആട്ടാനായിട്ട് എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ പഴയ കുറച്ച് പാത്രങ്ങൾ, പെട്ടികൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വിറകൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഈ തേങ്ങാപ്പുരയുടെ അടുത്ത് തന്നെയാണ് വിറകും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു പഴയ TV ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിലുള്ള സംഭവങ്ങൾ. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു മാവ്, അതുപോലെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മുടെ അലക്കുകല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ഇതായിട്ട് കിടക്കുന്നൊരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനടുത്ത് അത്യാവശ്യം നല്ല തിക്കായിട്ട് മരങ്ങളുണ്ട്. ഇഷ്ടം പോലെ പ്ലാവുണ്ട്, ഒരു 5-6 പ്ലാവുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ വീടിന് തൊട്ടരികത്ത് തന്നെ. പിന്നെ അങ്ങോട്ട് നീങ്ങി പറമ്പിലായിട്ട് അതിലും കൂടുതൽ പ്ലാവുണ്ട്. അപ്പോൾ എപ്പോഴും ചക്കയൊക്കെ ഉണ്ടാവാറുണ്ട്. ചക്കയുടെ സീസണൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇവിടെ ചക്കയാണ്.
അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങന്മാർ ചേച്ചിമാരൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അവരെപ്പോഴും ചക്ക വെട്ടി ചക്ക കൊണ്ട് പുഴുക്ക്, എന്താ പറയുക, ഇവിടങ്ങളിലൊക്കെ പൂച്ചപ്പം എന്ന് പറയും, നമ്മൾ എറണാകുളത്തൊക്കെ ചക്കട എന്ന് പറയും, ആ സംഭവമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഭയങ്കര ആഘോഷമാണ്. ചക്ക വെച്ചിട്ടുള്ള അംഗങ്ങളാണ് പിന്നെ ഫുള്ള്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ഒരു വ്യൂ ആണ്. വീടിൻ്റെ പുറകിലായിട്ടും കുറച്ച് റബ്ബർ തോട്ടമൊക്കെയാണ്. പിന്നെ സൈഡിലായിട്ട് ഒരു 3 വീടുണ്ട്. അത്രയേ ഉള്ളൂ വീടുകളെന്ന് പറയാനായിട്ട് തൊട്ടരികത്തുള്ളത്. പിന്നെ ഫുള്ള് റബ്ബറാണ്, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് വേറെ കൃഷിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കുരുമുളകുള്ളൂ, ഒരുപാടൊന്നുമില്ല. പിന്നെ ഉള്ളത് ചക്കയാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയാം. ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ ചക്കയാണ്, എവിടെ തിരിഞ്ഞാലും ചക്ക കാണാം. ആ ഒരു രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പൈനാപ്പിൾ ഇപ്പോൾ ഒരെണ്ണം ഉണ്ടായി വരുന്നുണ്ട്, കൈതച്ചക്കയുടെ ചെടി. അപ്പോൾ ഇതിൽ ഒരുപാടൊന്നുമില്ല, 2-3 ഇവിടെ ഉള്ളൂ. അതിലിപ്പോൾ ഒരെണ്ണത്തിൽ കുഞ്ഞിതായിട്ടുണ്ടായി വരുന്നുണ്ട്. മിക്കവാറും ഇത് എലിയോ തുരപ്പനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാറാണ് പതിവ്. ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലാവിൽ അത്യാവശ്യം ചക്ക ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചക്ക, അതുപോലെ കശുമാങ്ങ, അങ്ങനെ എല്ലാ സംഭവങ്ങളും കുറവാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ആ പ്രളയമൊക്കെ വന്ന് ഭയങ്കര ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അതിനുശേഷം കൃഷിയും കാര്യങ്ങളൊക്കെ നശിച്ചു. അപ്പം പലരും പറയുന്നത് ഇപ്പം ഒരു ആദായവും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ വേറെ ഒന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല, ആകെയുള്ളത് റബ്ബർ മാത്രമാണ്. അപ്പോൾ റബ്ബർ വേനൽ സമയത്ത് നമുക്കത് വെട്ടാനൊന്നും പറ്റില്ല. വേനൽ സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് റബ്ബറിന് പാലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് അത് വെട്ടൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പറമ്പിലെ കുറച്ച് കാഴ്ചകൾ. പിന്നെ പുറകുവശത്തായിട്ടൊരു കപ്പങ്ങയുടെ മരമുണ്ട്. ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ഒരു 3 കപ്പങ്ങി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് നമ്മൾ വണ്ടി കയറി വരുന്ന വഴി, അതായത് റോട്ടിൽ നിന്ന് വണ്ടി കയറി വരുന്ന ഒരു വഴിയാണിത്. ഇത് ഫുള്ള് ഈ ചെങ്കല്ല് പാകിയേക്കാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ചെങ്കല്ല് ഭയങ്കര സുലഭമായിട്ട് കിട്ടും. അപ്പോൾ കരിങ്കല്ല് പകലായിട്ട് ചെങ്കല്ലാണ് പാകിയേക്കുന്നത്. അപ്പോൾ മഴക്കാലത്ത് അത്ര അധികം പായലൊന്നും പിടിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വണ്ടിയൊന്നും അധികം സ്ലിപ്പാവില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെങ്കല്ല് പാകിയേക്കുന്നത്. പിന്നെ ഈ വഴിയുടെ 2 സൈഡിലും ഇഷ്ടം പോലെ മരങ്ങളാണ്. കുറേയൊക്കെ ഇപ്പം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മന്ദാരം പോലുള്ള കുറച്ച് മരങ്ങളൊക്കെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിനൊരു സംഘടനയുണ്ട്, ഹസ്ബൻഡും സുഹൃത്തുക്കളൊക്കെ ചേർത്ത് നടത്തുന്നൊരു പ്രകൃതി സംരക്ഷണ സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ കുറേ മരത്തൈയൊക്കെ വിതരണം ചെയ്തിരുന്നു കുറേ നാൾ മുമ്പ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള തൈകളൊക്കെ കൊണ്ടുവന്ന് ഈ പറമ്പിൽ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആഞ്ഞിലി, മാവ്, തേക്ക്, അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പം മാങ്ങ ഇത്തവണ കുറവാട്ടോ. കഴിഞ്ഞ കൊല്ലം ഈ ഒരു സമയത്തൊക്കെ, ഈസ്റ്ററിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായിരുന്നു. ഇത്തവണ മാങ്ങ കുറവാണ്. എനിക്ക് തോന്നുന്നു മാവിനും ആ ഒരു പ്രളയത്തിൻ്റെ ആ ഒരു സംഭവമൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നണത്. അതുകൊണ്ട് മാങ്ങയൊക്കെ കുറവാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണുമെന്നറിയില്ല, വളരെ കുറച്ചേ ഉള്ളൂ മാങ്ങ. അപ്പോൾ ഇതിലേ നമ്മൾ ഇറങ്ങിപ്പോയാൽ നേരെ നമുക്ക് റോഡിലേക്ക് ചെല്ലാൻ പറ്റും. അങ്ങോട്ടേക്കൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വീടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു റോഡും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ റോഡ് നേരെ പോയാൽ ഒരു പണിയരുടെ, അതായത് ആദിവാസി വിഭാഗമാണ് പണിയരെന്ന് പറയുന്നത്, അവരുടെ ഒരു എന്താ പറയുക, ഒരു സെറ്റിൽമെൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡിലൂടെ നേരെ പോയാൽ നമുക്ക് അവിടെ ചെന്ന് അവരുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അവിടെ ചെന്നാൽ. പിന്നെ പണ്ടൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഒരു 2-3 കൊല്ലം മുമ്പൊക്കെ അവരിങ്ങനെ ഇടയ്ക്ക് വീടുകളിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ അതിലൊരു നല്ല ഭംഗിയുള്ളൊരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് പ്രായമുണ്ട് കേട്ടോ, ഒരു 10-90 വയസ്സുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. നല്ല ഭംഗിയാണ് അവരെ കാണാനായിട്ട്. പക്ഷെ ഇപ്പോഴായി പിന്നെ അവരൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല, പണ്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലെ കുറച്ച് കാഴ്ചകൾ, നാട്ടിലെ പറമ്പും കാഴ്ചകളൊക്കെ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മലയാണ്. ആ മലയുടെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു മലയോര അതിർത്തി ഗ്രാമമാണ്. ഇവിടെ നിന്നൊരു 3 മണിക്കൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ എത്താം. അപ്പോൾ അത്ര ദൂരേ ഉള്ളൂ കർണാടകയായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.